ചെമ്പൂക്കാവ് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്താണ്. മതിൽക്കെട്ടിനകത്ത് ഇതാ രാമൻ തയ്യാറായിരിക്കുന്നു. തിടമ്പ് അല്പസമയത്തിനകം തന്നെ കയറ്റും പുറത്ത് കോരമിരിക്കുന്നുണ്ട്. 4 തവണയാണ് ക്ഷേത്രത്തിന് ചുറ്റും തിടമ്പുമായി മേൽശാന്തി വലം വയ്ക്കുക. അതിനുശേഷമാണ് നേരെ ഈ കോലത്തോടു കൂടി തിടമ്പിനെ ചേർക്കുക. അതിനുശേഷം നേരെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പുറത്തേക്ക് തിടമ്പേറ്റും. ഇതിനുശേഷം 7 മണിക്ക് ശേഷം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എഴുന്നള്ളിപ്പ്. എന്തായാലും 7 മണിയോട് കൂടി തന്നെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ജവഹർ ബാലഭവൻ വഴിയാണ്. ജവഹർ ഭവനിൽ നിന്ന് നേരെ ഈ ടൗൺ ഹാൾ റോഡിലൂടെ നേരെ പാറമേക്കാവ് പരിസരത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കിഴക്കേ നടയിലൂടെയാണ് അകത്തേക്ക് കയറുക. അതായത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് ചെമ്പൂക്കാവ് ഭഗവതി കയറുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തു വരിക്കൊണ്ട് കയറുന്നത് ഈ കിഴക്കേ ഗോപുരം വഴിയാണ്. നാദസ്വരമാണ് അകമ്പടി. ഒപ്പം തന്നെ പഞ്ചവാദ്യവും അകമ്പടിയായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആ ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് എല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവിടെ രാമൻ നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തന്നെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച, അതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു കാഴ്ചയാണ്. കാരണം അത്രമാത്രം ആളുകളുടെ ഒരു പങ്കാളിത്തം ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആനയോടുള്ള അകമഴിഞ്ഞ ആരാധന തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പൻ ആ പൂരപ്പറമ്പുകളിൽ എന്തായാലും തല പൊക്കി നിന്നാൽ സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ നിൽക്കുന്ന അത് കാണാൻ തന്നെ ഒരു അഴകാണ്. ഗജശാസ്ത്ര ലക്ഷണങ്ങളെല്ലാം തന്നെ കുത്തിണങ്ങിയ കൊമ്പൻ എന്നുള്ള വിശേഷണമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സംബന്ധിച്ചുള്ളത്.